അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ 13ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിന്റെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ അല്ലെങ്കിൽ ഇനി വരും പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിന്റെയും തനത്തെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അദ്ദർസു സാലിസ അഷർ 13ാമത്തെ പാഠം കുല്ലുഹും ഉദൂൽ. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം തുടങ്ങിയ കാലത്ത് ഉമയ്യത്തിന്റെ അടിമയായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. യജമാനൻ ഉമയ്യത്തിന് ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുത വെച്ച് പുലർത്തിയ ഉമയ്യത്ത് സ്വഹാബി വര്യനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കഠിനമായി ഉപദ്രവിച്ചു. ഒരു ദിവസം അയാൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നട്ടുച്ച നേരത്ത് മണലാരണ്യത്തിലേക്ക് കൊണ്ടുപോയി വസ്ത്രങ്ങളടിച്ച് ചുട്ടുപഴുത്ത മണലിൽ കിടത്തി വലിയ ഒരു പാറക്കല്ലെടുത്ത് നെഞ്ചിൽ കയറ്റിവെച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു വേദന കൊണ്ട് പുളഞ്ഞു. അപ്പോൾ ഉമയ്യത്ത് പറഞ്ഞു, നിന്റെ പുതിയ മതം ഉപേക്ഷിക്കുന്നതുവരെ നീ ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അഹദ് അഹദ്, അല്ലാഹു ഏകനാണ്, അല്ലാഹു ഏകനാണ് എന്നാണ് ബിലാൽ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചത്. ഈ പീഡനം കണ്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമയ്യത്തിൽ നിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിലയ്ക്ക് വാങ്ങി മോചിപ്പിച്ചു. ഇസ്ലാം സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഴിയുകയും ചെയ്തവരാണ് സ്വഹാബികൾ. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ അവർ ധാരാളം ത്യാഗങ്ങൾ സഹിച്ചു. എല്ലാ പ്രതിബന്ധങ്ങളെയും അവഗണിച്ച് സത്യദീനിൽ അവർ ഉറച്ചു നിന്നു. തങ്ങളുടെ സമ്പത്തും ജീവനുമെല്ലാം അവർ ദീനിനു വേണ്ടി ചെലവഴിച്ചു. അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ സ്വഹാബികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിക്കുകയും പകർത്തുകയും ചെയ്തവരാണവർ. ലോകത്തിന്റെ നാനാഭാഗത്തും ഇസ്ലാം എത്തിച്ചത് അവരാണ്. സ്വഹാബികൾ എല്ലാവരും മതനിഷ്ഠയുള്ളവരും വിശ്വസ്തരുമാണ്. മുഹാജിറുകളും അൻസാറുകളുമാണ് അവരിൽ പ്രമുഖർ. സ്വഹാബികളെ ആദരിക്കലും ബഹുമാനിക്കലും നമ്മുടെ കടമയാണ്. അവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ സ്വഹാബികളെ നിങ്ങൾ ചീത്ത പറയരുത്. അല്ലാഹുവാണ് സത്യം. ഉഹുദ് മലയോളം സ്വർണം നിങ്ങൾ സ്വതക്ക ചെയ്താൽ പോലും അവർ ഒരു മുദ്ദ് സ്വതക്ക ചെയ്തതിന്റെ സ്ഥാനത്തെത്തുകയില്ല. സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ അൽ ഖുലഫാ ഉർ റാഷിദുകളാണ്. പിന്നെ അഷ്റത്തുൽ മുബശ്ശറയിലെ ബാക്കിയുള്ളവർ, ബദ്രിൽ പങ്കെടുത്തവർ, ഉഹദിൽ പങ്കെടുത്തവർ, ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തവർ എന്നിങ്ങനെയാണ് അവരുടെ ശ്രേഷ്ഠതാക്രമം. സ്വഹാബികളെ പിൻപറ്റി ജീവിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. കൂട്ടുകാർക്ക് ഈ പാഠം വായിച്ചത് മനസ്സിലായില്ലേ? ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. റളിയല്ലാഹു അൻഹും വറളു അൻഹു. അല്ലാഹു തആല അവരെയും അവർ അല്ലാഹു തആലയെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം നുൻഷിദു നഫ്ഹം. ഇവിടെ നമുക്ക് ഒരു പദ്യം കൊടുത്തിരിക്കുന്നു. ഈ പദ്യത്തിൽ പറഞ്ഞ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ലഭിച്ച സ്വഹാബികളുടെ പേരുകൾ എഴുതണം. ഇനി നമുക്ക് ഓരോ സ്വഹാബിമാരുടെയും പേരുകൾ എഴുതാം. 1 അബൂബക്കർ റളിയല്ലാഹു അൻഹു, 2 ഉമർ റളിയല്ലാഹു അൻഹു, 3 ഉസ്മാൻ റളിയല്ലാഹു അൻഹു, 4 അലി റളിയല്ലാഹു അൻഹു, 5 സഅദ് റളിയല്ലാഹു അൻഹു, 6 സഈദ് റളിയല്ലാഹു അൻഹു, 7 സുബൈർ റളിയല്ലാഹു അൻഹു, 8 ത്വൽഹ റളിയല്ലാഹു അൻഹു, 9 അബി ഉബൈദ റളിയല്ലാഹു അൻഹു, 10 ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. തദ്രീബാത്തിൽ 2ാമത്തെ പ്രവർത്തനം നുജീബ്. അതിൽ 1 സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഖുലഫാ ഉർ റാഷിദുകളാണ്. അവരുടെ പേരുകൾ ശ്രേഷ്ഠതാക്രമത്തിൽ എഴുതുക. ഉത്തരം: അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു,
ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. 2. ആരാണ് സ്വഹാബികൾ? ഉത്തരം: ഇസ്ലാം സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഴിയുകയും ചെയ്തവരാണ് സ്വഹാബികൾ. അമ്പ്യാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ സ്വഹാബികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിക്കുകയും പകർത്തുകയും ചെയ്തവരാണവർ. 3. സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ എന്തു പറയണം? ഉത്തരം: റളിയല്ലാഹു അൻഹു. 4. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ യജമാനൻ ആരായിരുന്നു? ഉത്തരം: ഉമയ്യത്ത്. 5. എന്തിന്റെ പേരിലാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന് പീഡനമേൽക്കേണ്ടി വന്നത്? ഉത്തരം: ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ. 6. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ രക്ഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം: അബൂബക്കർ റളിയല്ലാഹു അൻഹു. 7. സ്വഹാബികളുടെ മഹത്വത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞു? ഉത്തരം: എന്റെ സ്വഹാബികളെ നിങ്ങൾ ചീത്ത പറയരുത്. അള്ളാഹുവാണ് സത്യം. ഉഹുദ് മലയോളം സ്വർണം നിങ്ങൾ സ്വതക്ക ചെയ്താൽ പോലും അവർ ഒരു മുദ്ദ് സ്വതക്ക ചെയ്തതിന്റെ സ്ഥാനത്തെത്തുകയില്ല. തദ്രീബാത്തിൽ 3-ാമത്തെ പ്രവർത്തനം നുഇദ് ഫിഖ്റ ഖണ്ഡിക തയ്യാറാക്കാനുള്ളതാണ്. 1. സ്വഹാബികളുടെ മഹത്വം. ഇസ്ലാം സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഴിയുകയും ചെയ്തവരാണ് സ്വഹാബികൾ. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ അവർ ധാരാളം ത്യാഗങ്ങൾ സഹിച്ചു. എല്ലാ പ്രതിബന്ധങ്ങളെയും അവഗണിച്ച് സത്യദീനിൽ അവർ ഉറച്ചു നിന്നു. തങ്ങളുടെ സമ്പത്തും ജീവനുമെല്ലാം അവർ ദീനിനു വേണ്ടി ചെലവഴിച്ചു. അമ്പ്യാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ സ്വഹാബികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിക്കുകയും പകർത്തുകയും ചെയ്തവരാണവർ. ലോകത്തിന്റെ നാനാഭാഗത്തും ഇസ്ലാം എത്തിച്ചത് അവരാണ്. സ്വഹാബികൾ എല്ലാവരും മതനിഷ്ഠയുള്ളവരും വിശ്വസ്തരുമാണ്. മുഹാജിറുകളും അൻസാറുകളുമാണ് അവരിൽ പ്രമുഖർ. നുഇദ് ഫിഖ്റ എന്നതിൽ 2-ാമത്തത് ബിലാൽ റളിയല്ലാഹു അൻഹു അനുഭവിച്ച പീഡനങ്ങൾ. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം തുടങ്ങിയ കാലത്ത് ഉമയ്യത്തിന്റെ അടിമയായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. യജമാനൻ ഉമയ്യത്തിന് ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുത വെച്ച് പുലർത്തിയ ഉമയ്യത്ത് സ്വഹാബി വര്യനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കഠിനമായി ഉപദ്രവിച്ചു. ഒരു ദിവസം അയാൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നട്ടുച്ച നേരത്തെ മണലാരണ്യത്തിലേക്ക് കൊണ്ടുപോയി. വസ്ത്രങ്ങളടിച്ച് ചുട്ടുപഴുത്ത മണലിൽ കിടത്തി. വലിയ ഒരു പാറക്കലെടുത്ത് നെഞ്ചിൽ കയറ്റി വെച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു വേദന കൊണ്ട് പുളഞ്ഞു. അപ്പോൾ ഉമയ്യത്ത് പറഞ്ഞു, നിന്റെ പുതിയ മതം ഉപേക്ഷിക്കുന്നതുവരെ നീ ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അഹദ് അഹദ്, അള്ളാഹു ഏകനാണ്, അള്ളാഹു ഏകനാണ് എന്നാണ് ബിലാൽ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചത്. തദ്രീബാത്തിൽ 5-ാമത്തെ പ്രവർത്തനം നുഅരിബ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകളുടെ അറബി പദങ്ങൾ നമ്മൾ എഴുതണം. നബിമാർ അൽ അംബിയാ, മുഹാജിറുകൾ അൽ മുഹാജിറൂൻ, അൻസാറുകൾ അൻസാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരർ സ്വഹാബ. അല്ലാഹു തആല ഏകനാണ്, അല്ലാഹു അഹദ്. സ്വർഗം അൽ ജന്ന. അടുത്ത പേജ് നോക്കൂ. തദ്രീബാത്തിൽ 6-ാമത്തെ പ്രവർത്തനം നഖ്റഉ വനക്തുബ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ അതുപോലെ തന്നെ എടുത്ത് തെറ്റില്ലാതെ ഓരോ ബോക്സിൽ എടുത്ത് എഴുതണം. അൽ ഖുലഫാഉർ റാഷിദൂൻ, അൽ ബദ്രിയൂൻ, അൽ ഉഹദിയൂൻ, സദഖത്തുൻ. ഇപ്പുറത്ത് മുദ്, അൽ മുഹാജിറൂന വൽ അൻസാർ റളിയല്ലാഹു അൻഹും വറളു അൻഹു, ബൈഅത്തുർ റിദ്വാൻ. കൂട്ടുകാർക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.